സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. നയോമി കൈ നീട്ടിയെങ്കിലും അഷ്ടമൂർത്തി ഫയൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തില്ല. നിന്നെ കാണിക്കാൻ ഞാൻ, പക്ഷേ കയ്യിലോട്ട് തരില്ല. അഷ്ടമൂർത്തി ചെറുചിരിയോടെ പറഞ്ഞു. നയോമിക്ക് അല്പം കുറച്ചിൽ തോന്നി. എനിക്ക് കാണണമെന്ന യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ നിനക്ക് സത്യം അറിയണമെന്ന് ആഗ്രഹമില്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. സത്യം എന്താണെന്ന് എനിക്കറിയാം. അതെങ്ങനെ? നിന്റെ ഓർമ്മ പോലും നശിച്ചു പോയില്ലേ? നിനക്കൊരു സത്യവും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം. അറിവാണ് സത്യം. ഓർമ്മയില്ലാതെ പറഞ്ഞാൽ അറിവില്ലാന്ന് തന്നെയാ. അതാണ് അജ്ഞത. എനിക്ക് അറിയാവുന്നിടത്തോളം മാത്രം മതി. എല്ലാവരും അങ്ങനെ എല്ലാ കാലത്തും വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. റേഡിയോ ഉണ്ടാകില്ല, TV ഉണ്ടാകില്ല, സീരിയൽ ഉണ്ടാകില്ല, സംഗീതം ഉണ്ടാകില്ല, ഇലക്ട്രിസിറ്റിയും ഫോണും മരുന്നുകളും ഉണ്ടാകില്ല. അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുള്ള അന്വേഷണ യാത്രയിലാണ് ഇതെല്ലാം വരുന്നത്. അഷ്ടമൂർത്തി ഒഴിഞ്ഞു മാറാൻ ഭാവമില്ലെന്ന് നയോമിക്ക് മനസ്സിലായി. അവൾ അയാളെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തി. ഇന്ന് സീരിയൽ അഭിനയിക്കാൻ പോയിട്ട് ശരിയായില്ല അല്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ? നയോമി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വെറുതെ കാണാനും പരിചയപ്പെടാനും മാത്രം വന്നതാണോ നയോമിയെ? അല്ല. മഹാദേവൻ നമ്പ്യാർ നയോമിയുടെ അച്ഛനായിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രം വന്നതാണോ? അതുമല്ല. അതിനൊക്കെ അപ്പുറത്ത് എനിക്ക് ചില പദ്ധതികളുണ്ട്. താങ്കൾക്ക് അങ്ങനെ പല അജണ്ടകളും കാണും. അതിന് എന്നെ കരുവാക്കാൻ നോക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനങ്ങനെ ഒഴിഞ്ഞു പോകുന്നവനല്ല. അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ആദ്യം വന്ന ദിവസം തന്നെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ വിടാതെ കൂടിയിരിക്കുമ്പോൾ നയോമിക്ക് മനസ്സിലാകേണ്ടത് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയേ പോകൂ എന്നാണ്. താങ്കളുടെ താല്പര്യത്തിന് നിന്ന് തരാനും സഹകരിക്കാനും എനിക്ക് മനസ്സില്ലെങ്കിലോ? നയോമിയുടെ പുരികക്കൊടിയിൽ ഒരു വില്ലുവിളി വില്ലുപോലെ കുലച്ചു. മനസ്സൊക്കെ ഉണ്ടാകും. അതിനല്ലേ ഇപ്പോൾ ഞാനൊരു കൊച്ചു കാര്യം ചോദിക്കാം. കഴിഞ്ഞ തവണ ഞാൻ നയോമിയെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ? 2 കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന മഹാദേവൻ നമ്പ്യാരുടെ ഫോട്ടോ. അതിലൊരു കുട്ടി നയോമിയുടെ ടിൻ സിസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കുട്ടിയെപ്പറ്റി നയോമി മുത്തശ്ശിയോടോ ഉദയഭാനുവിനോടോ അന്വേഷിച്ചു. എൻ്റെ ടിൻ സിസ്റ്റർ മരിച്ചുപോയെന്ന് മുത്തശ്ശി പറഞ്ഞു. എത്രാമത്തെ വയസ്സിൽ? തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തമോ മറ്റോ ആയിരുന്നത്രേ. എന്നാലും എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും? അതെനിക്കറിയില്ല. എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ മരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഓർക്കേണ്ടതല്ലേ? നയോമിക്ക് ഓർമ്മിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നുള്ളത് മറക്കണ്ട. എനിക്കല്ലേ ഓർമ്മയില്ലാതുള്ളൂ. മുത്തശ്ശിക്കും ഉദയനെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അവരും പറഞ്ഞത് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ ടിൻ സിസ്റ്റർ മരിച്ചുപോയെന്ന്. ആ കുഞ്ഞുങ്ങളോടൊപ്പം ഫോട്ടോയിൽ കണ്ട മഹാദേവൻ നമ്പ്യാർ നിങ്ങൾ 2 പേരുടെയും അച്ഛനാണെന്ന് അവർ സമ്മതിച്ചോ? ഇല്ല. പക്ഷെ ആ ചിത്രത്തിലെ സുന്ദരിയായ ലേഡി എൻ്റെ അമ്മയാണെന്ന് സമ്മതിച്ചു. നയോമിയുടെ അമ്മയുടെ കൂടെ എന്തിന് മഹാദേവൻ നമ്പ്യാർ ഫോട്ടോയ്ക്ക് നിൽക്കണം? അത് താങ്കൾ പറയുന്ന മഹാദേവൻ നമ്പ്യാർ തന്നെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? നയോമി ചോദിച്ചു. അത് ഞാൻ തെളിയിച്ചു തരാം. അഷ്ടമൂർത്തി ഫയൽ തുറന്നു. അതിൽ നിന്ന് മഹാദേവൻ നമ്പ്യാരുടെ വിവിധ പ്രായത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുത്ത് ടീപ്പോമേൽ നിരത്തി. നോക്ക്, മഹാദേവൻ നമ്പ്യാർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. നയോമി അത്രയ്ക്ക് സൂക്ഷിച്ചൊന്നും നോക്കാതെ തന്നെ സമ്മതിച്ചു. ആയിരിക്കും, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ എൻ്റെ ടിൻ സിസ്റ്റർ മരിച്ചുപോയി എന്ന് മുത്തശ്ശിയും അങ്കിളും പറഞ്ഞത് കള്ളമാണെന്ന് വിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. അവരെന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെയൊരു നുണ പറയുന്നേ? അതുകൊണ്ട് അവർക്ക് എന്ത് ലാഭമാ ഉള്ളത്? എന്തെങ്കിലും ലാഭം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഭയം കാണുമായിരിക്കും. ശരി, അങ്കിളിൻ്റെ രഹസ്യ അജണ്ട എന്താണ്? ഞാൻ മഹാദേവൻ അങ്കിളിൻ്റെ മകളാണെന്ന് സ്ഥാപിച്ചിട്ട് എന്ത് നേടാൻ? മഹാദേവൻ നമ്പ്യാരുടെ ശത്രുക്കൾക്കെതിരെ നീ ഫൈറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയവരോട് റിവഞ്ച് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അന്യാധീനപ്പെട്ടു പോയ വസ്തുവകകൾ വീണ്ടെടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? നീ ആരാണെന്നറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കണം. ഇപ്പോൾ നീ ആരാണെന്നറിയാതെയാ ജീവിക്കുന്നേ. അവനവൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി ജീവിക്കുന്നത് അല്ലാത്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ തെളിവുകളൊന്നും പോരാ മഹാദേവൻ നമ്പ്യാർ എൻ്റെ അച്ഛനായിരുന്നു എന്ന് വിശ്വസിക്കാൻ. ഓർമ്മ വയ്ക്കും മുമ്പേ നിന്റെ ഇരട്ട സഹോദരി മരിച്ചുപോയെന്നല്ലേ നിന്റെ മുത്തശ്ശി പറഞ്ഞത്? അതെ, 5 വയസ്സിന് മുമ്പേ എന്തായാലും മരിച്ചിട്ടുണ്ടാവണം. ഡെഫിനറ്റ്ലി. മുത്തശ്ശിയോട് ചോദിച്ച് ഉറപ്പ് വരുത്തിക്കോ. ഇപ്പം തന്നെ വേണോ?
സംശയങ്ങൾ ഓരോന്നും അപ്പോഴപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നതല്ലേ നല്ലത്. അത് ശരിയാ. നയോമി എഴുന്നേറ്റ് സൗദാമിനി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മേ, ആ അഷ്ടമൂർത്തിക്ക് ചായ കൊടുക്കണം. അനന്തരം നയോമി കൃഷ്ണമ്മയെ സമീപിച്ച് ചോദിച്ചു, എത്ര വയസ്സുള്ളപ്പോഴാ മുത്തശ്ശി എൻ്റെ ഇരട്ട സഹോദരി മരിച്ചത്? അതിപ്പോൾ എന്തിനാ അറിയുന്നേ? ആ മൂർത്തി ചോദിക്കുന്നു. അയാളോട് പോകാൻ പറ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചതും മരിച്ചതും അയാൾ എന്തിനാ അറിയുന്നേ? അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ അഷ്ടമൂർത്തിക്ക് എന്തോ ധനലാഭമുണ്ടത്രേ. അയാൾ അങ്ങനെ നമ്മളെ വെച്ച് പണമുണ്ടാക്കണ്ട. എന്നാലും ഏകദേശം ഒരു ഊഹം പറ. എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു എൻ്റെ കൂടെപ്പിറപ്പ്? 2.5-3 വയസ്സുവരെ. അത് കൃത്യമാണല്ലോ, മാറ്റം വരില്ലല്ലോ. 5 വയസ്സിന് താഴെയാ. മതി. മുത്തശ്ശിക്ക് തന്നെ ഒരു ഉറപ്പില്ലെന്ന് മനസ്സിലായി. നയോമി തിരികെ അഷ്ടമൂർത്തിയുടെ അടുത്തെത്തി. മുത്തശ്ശി പറയുന്നത് 2.5-3 വയസ്സിനിടയ്ക്ക് മരിച്ചുപോയിന്നാ. കൊള്ളാം, വെരി ഗുഡ്. നയോമി ഇരിക്കൂ. നയോമി അയാൾക്ക് അഭിമുഖമായിരുന്നു. സൗദാമിനിയമ്മ 2 കപ്പ് ചായയുമായി വന്നു. 1 കപ്പ് ചായ കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാനിപ്പോൾ വിചാരിച്ചതേയുള്ളൂ. താങ്ക്സ്. അഷ്ടമൂർത്തി ചായയെടുത്ത് ഒരു കവിൾ കുടിച്ചു. ഗുഡ്. നല്ല കടുപ്പവും രുചിയും. അഷ്ടമൂർത്തി സൗദാമിനിയമ്മയെ അഭിനന്ദിച്ചു. സൗദാമിനിയമ്മ പുഞ്ചിരി തൂകി. അഷ്ടമൂർത്തി വീണ്ടും ഫയൽ തുറന്നു. അതിൻ്റെ ഒരു അറയിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് നയോമിക്ക് കൊടുത്തു. ഇതാരുടെ ഫോട്ടോയാണ്? നയോമി അത് വാങ്ങി നോക്കി. പോകാൻ തുനിഞ്ഞ സൗദാമിനിയമ്മയോട് അഷ്ടമൂർത്തി പറഞ്ഞു, ആ ഫോട്ടോ വാങ്ങി നോക്കിയിട്ട് പോണേ. സൗദാമിനിയമ്മ കുനിഞ്ഞ് അതിലേക്ക് നോക്കി. ഇത് നയോമിയുടെ ഫോട്ടോ തന്നെ. നയോമിക്ക് എന്ത് തോന്നുന്നു? അഷ്ടമൂർത്തി ആരാഞ്ഞു. എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു. നയോമി സമ്മതിച്ചു. എന്നാൽ ഇത് നയോമിയുടെ ഫോട്ടോഗ്രാഫ് അല്ല. നയോമിയുടെ ഇരട്ട സഹോദരിയായ സിതാര മഹാദേവന്റെ ചിത്രമാണിത്. സിതാര മഹാദേവൻ? സൗദാമിനിയമ്മ നെറ്റിച്ചുളിച്ചു. നിങ്ങളാരും കണ്ടിട്ടില്ല അവളെ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് 16-18 വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോ എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണെന്നാ. നയോമി പറഞ്ഞു. ഓ, ഇപ്പം അങ്ങനെയായോ? ഈ ഫോട്ടോ നയോമിയുടെ തന്നെയാണെന്ന് അല്ലേ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അഷ്ടമൂർത്തി ഫയലിൽ നിന്ന് വേറെ ചില ഫോട്ടോകൾ കൂടിയെടുത്ത് ടീപ്പോയിൽ നിറുത്തി. സിതാര എന്ന പെൺകുട്ടി വിവിധ പ്രായങ്ങളിൽ മഹാദേവൻ നമ്പ്യാരോടൊപ്പം നിന്ന് എടുത്ത ചിത്രങ്ങളായിരുന്നു അവ. നയോമി ഒരിക്കലും മഹാദേവൻ നമ്പ്യാരോടൊപ്പം നിന്ന് പടമെടുത്തിട്ടില്ലല്ലോ. ഓ ഇല്ല. നയോമിയുടെ മുഖത്ത് തോൽവിയുടെ വിളർച്ച തങ്ങി നിന്നു. പക്ഷേ നയോമിയാണെന്നേ തോന്നൂ, അല്ലേ അമ്മേ? അഷ്ടമൂർത്തി സൗദാമിനി അമ്മയോട് ചോദിച്ചു. ശരിയാ, നയോമിയെപ്പോലെ തന്നെ. ദാ ഇത് സിതാരയ്ക്ക് 15 വയസ്സുള്ളപ്പോഴത്തെ ചിത്രം. ഇത് 18 വയസ്സിൻ്റെ ഫോട്ടോ. ഇത് 20 വയസ്സിൻ്റെ, 24 വയസ്സിൻ്റേതും ഉണ്ട്. എല്ലാം മഹാദേവൻ നമ്പ്യാരുടെ കൂടെ ഓരോരോ ഒക്കേഷനുകളിൽ എടുത്തതാണ്. മഹാദേവൻ നമ്പ്യാരുടെ ഏജ് ഡിഫറൻസ് ഓരോ ഫോട്ടോഗ്രാഫിനും തിരിച്ചറിയാം. നയോമി ഒന്നും മിണ്ടാതെ നിന്നു. സൗദാമിനി അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു. നയോമി മഹാദേവൻ നമ്പ്യാരെ കണ്ടിട്ട് പോലുമില്ലല്ലോ. സൗദാമിനി അമ്മ ചോദിച്ചു. ഇല്ല, നിങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തിട്ടേയില്ല? അഷ്ടമൂർത്തി പറഞ്ഞു. ഇല്ല, അതെനിക്ക് ഉറപ്പാ, നയോമി പറഞ്ഞു. എങ്ങനെ ഉറപ്പിക്കും? നീ മറന്നുപോയതാണെങ്കിലോ? സൗദാമിനി അമ്മ ചോദിച്ചു. എനിക്കല്ലേ മറവിയുള്ളൂ, മുത്തശ്ശിക്കും ഉദയൻ അങ്കിളിനും മറവിയില്ലല്ലോ. നയോമി, അഷ്ടമൂർത്തി വിളിച്ചു. ഓർമ്മശക്തിയുള്ള നിന്റെ മുത്തശ്ശിയും അങ്കിളും എന്താ പറഞ്ഞത്? നിന്റെ ഇരട്ട സഹോദരി ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ മരിച്ചുപോയെന്ന്. അവർ മരിച്ചുപോയെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രമാണിത്. ഇനി നീ തീരുമാനിക്ക്, ആരാ കള്ളം പറയുന്നത്? നിന്റെ മുത്തശ്ശിയും അങ്കിളുമാണോ അതോ ഞാനോ? നയോമി ധർമ്മസങ്കടത്തിലായി. ഇനി നിനക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇത് ഞാൻ വിശ്വസിക്കാം. നിന്റെ അച്ഛൻ മഹാദേവൻ നമ്പ്യാർ ആയിരുന്നതും വിശ്വസിക്കാമോ? വിശ്വസിക്കാം. നിനക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നെന്നും അവൾ 3-ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടില്ലെന്നും വിശ്വസിക്കാമോ? അതും വിശ്വസിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാ? അതൊരു വലിയ കഥയാ. നീ എനിക്ക് സമയം തന്നാൽ ഞാനത് പറയാം. പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് പറയാനും പറ്റില്ല. നമുക്ക് ഏതെങ്കിലും റെസ്റ്റ് ഹൗസിലോ ഹോട്ടൽ റൂമിലോ ഇരുന്ന് പറയേണ്ടി വരും. പക്ഷേ ഞാൻ ഇന്ന് അല്പം തിരക്കിലായിരുന്നു. ഒരു സീരിയലിൽ ഇന്ന് അഭിനയിക്കാൻ പോയിട്ട് അത് നടന്നില്ല. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല. അഭിനയം നീ മറന്നുപോയോ? അതാ എനിക്കും പേടി. ഞാനിപ്പോൾ ഒരു സീരിയലിൻ്റെ 7 എപ്പിസോഡ് കോപ്പി എടുത്ത് വന്നിരിക്കുക. അത് കണ്ടിട്ട് വേണം മുമ്പ് എങ്ങനെയാ അഭിനയിച്ചതെന്ന് നോക്കി മനസ്സിലാക്കാൻ.
നിന്റെ അച്ഛൻ്റെയും നിന്റെ കൂടെ പിറന്ന പെൺകുട്ടിയുടെയും കഥ കേൾക്കാൻ നിനക്ക് ഒരു താല്പര്യവും ഇല്ലേ? അത് നിന്റെയും കൂടി കഥയല്ലേ? അഷ്ടമൂർത്തി അല്പം നീരസത്തിൽ ചോദിച്ചു. എനിക്ക് ഇങ്ങനെയൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. നാളെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോഴേക്കും എപ്പിസോഡുകൾ കണ്ട് എല്ലാം പഠിക്കണം. നയോമി ക്ഷമാപണം പോലെ പറഞ്ഞു. മോളെ, ഈ ഫോട്ടോയെല്ലാം നീ കൊണ്ടുപോയി കൃഷ്ണമ്മ ചേച്ചിയെയും ഉദയഭാനുവിനെയും കാണിക്ക്. അവരെന്ത് പറയുന്നു എന്ന് കേൾക്കാമല്ലോ. സൗദാമിനിയമ്മ പറഞ്ഞു. അമ്മേ, എനിക്ക് സമയമില്ലാഞ്ഞിട്ടല്ലേ? നിന്റെ അച്ഛനും നിന്റെ സഹോദരിയും ആരാണെന്ന് അറിയുന്നതിനേക്കാൾ വലുതാണോ നിനക്ക് സീരിയൽ അഭിനയം? സൗദാമിനിയമ്മ ആശ്ചര്യത്തോടെയോ ചോദിച്ചു. ഓർമ്മ നശിച്ചു പോയ എനിക്ക് അച്ഛനും അമ്മയും ഭർത്താവും മകളും ഭർത്താവിൻ്റെ കുടുംബവും ഒന്നും വലുതല്ല. ഭൂതകാലം എന്താണെന്നറിയാതെ എനിക്ക് നിങ്ങളെയൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു സങ്കല്പം വെച്ചിട്ടാ. എന്നെ ആശ്രയിച്ചാണല്ലോ നിങ്ങളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് വിചാരിച്ച് മാത്രമാ. സ്നേഹം എന്ന് പറയുന്നതൊരു ഫീലിംഗ് അല്ലേ? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ കുറച്ച് സ്മരണകൾ വേണ്ടേ? വെറുപ്പിക്കുന്ന സ്മരണകൾ കൊണ്ട് സ്നേഹം ഉണ്ടാകുമോ? സ്നേഹത്തിൻ്റെ സ്മരണകൾ തന്നെ വേണം എൻ്റെ മനസ്സിൽ. ഇത് രണ്ടുമില്ല. അതിനുത്തരം പറയാൻ സൗദാമിനി അമ്മയ്ക്ക് കഴിഞ്ഞില്ല. സ്നേഹം കൊണ്ടല്ല ഞാൻ ഈ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കുന്നതും. ഇതെൻ്റെ കടമയാണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ്. ചില കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ സ്നേഹം തോന്നില്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. ഉദാഹരണത്തിന്, ഒരു പെൺകുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. വളരെ വർഷങ്ങൾക്ക് ശേഷം അവളെ അവളുടെ വീട്ടുകാർക്ക് തിരിച്ചു കിട്ടുന്നു. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അച്ഛനും അമ്മയും. അവരെ പറ്റി ഒരോർമ്മയുമില്ല അവൾക്ക്. എന്നാലും സ്വന്തം അച്ഛനും അമ്മയുമാണല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് അവരോട് സ്നേഹം തോന്നില്ലേ? തീർച്ചയായിട്ടും സ്നേഹം തോന്നും. അതുപോലെയല്ല ഇത്. ഈ പറയുന്ന ആളുകൾ എൻ്റെ മുൻപിലില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഓക്കെ, നിന്റെ ഭർത്താവും നിന്റെ മകളും മുത്തശ്ശിയും അമ്മാവനും കൺമുമ്പിൽ ഉണ്ടല്ലോ. അവരോടെന്താ സ്നേഹം തോന്നാത്തത്? എനിക്കവരെ മിസ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. അവരെനിക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ല. അവൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, വേറൊരു സംഗതി കൂടിയുണ്ട്. അങ്ങനെ കാണാതായ ഒരു പെൺകുട്ടി ഒരു വലിയ കോടീശ്വരൻ്റെ വളർത്തുമകളായി ജീവിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോഴാണ് അറിയുന്നത് ചേരി പ്രദേശത്ത് തെണ്ടി നടക്കുന്ന ഒരു പിച്ചക്കാരിയാണ് തൻ്റെ അമ്മയെന്ന്. അവൾക്ക് ആ അമ്മയെ മിസ് ചെയ്തതായിട്ട് തോന്നുമോ? അവൾക്ക് സ്നേഹം തോന്നുമോ? അവളെല്ലാം ഉപേക്ഷിച്ച് ആ പിച്ചക്കാരിയുടെ സ്നേഹത്തിനു വേണ്ടി ഇറങ്ങിപ്പോകുമോ? ഇപ്പോൾ അഷ്ടമൂർത്തിക്കും വാക്കുകളില്ലാതായി. അപ്പോൾ സ്ഥാനത്തിനും ബന്ധത്തിനും ഒന്നുമല്ല വില, ആയിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ആരെയും മിസ് ചെയ്യുന്നുമില്ല, ആരോടും സ്നേഹം തോന്നുന്നുമില്ല. പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നുമില്ല. ഒരുപക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഇതെല്ലാം മാറിയേക്കും. ഇപ്പോൾ ഒരുതരം നിസ്സംഗതയിലാണോ നീ കഴിയുന്നേ? അഷ്ടമൂർത്തി ചോദിച്ചു. അതെ, എനിക്ക് ആരോടും വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള അഫക്ഷനുമില്ല. ഞാനായിരുന്ന എനിക്ക് എന്തെല്ലാമോ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ആ കടമ ചെയ്യുക മാത്രമാ. ഓക്കെ, അതേപ്പറ്റി വാദപ്രതിവാദം വേണ്ട. നീ ഈ ഫോട്ടോസ് നിന്റെ മുത്തശ്ശിയെയും അങ്കിളിനെയും കാണിച്ചു നോക്ക്. ഇതൊക്കെ ആരാണെന്ന് അവർ തന്നെ സത്യം പറയും. മരിച്ചുപോയെന്ന് അവർ പറഞ്ഞ സത്യങ്ങളെല്ലാം കുഴിമാടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. പക്ഷേ അങ്കിൾ, ഈ ഫോട്ടോസ് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോകണം. ഞാൻ സൗകര്യം പോലെ അവരെ കാണിച്ച് സംസാരിച്ചോളാം. രാത്രിയായിരിക്കും എനിക്ക് സൗകര്യം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എപ്പിസോഡുകൾ കാണുകയാണ്. ഓക്കെ, നീ ഇത് സൂക്ഷിച്ചോ. പക്ഷെ ഒന്നുപോലും നഷ്ടപ്പെടുത്തരുത്. ഇല്ല, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ ഇന്ന് വരണം. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അടുത്ത ദിവസങ്ങളിലെല്ലാം എനിക്ക് വർക്കുണ്ട്. ശരി, എല്ലാം നിന്റെ സൗകര്യം പോലെ. അഷ്ടമൂർത്തി ഫോട്ടോഗ്രാഫ്സ് അവൾക്ക് നൽകിയിട്ട് അപ്പോൾ തന്നെ തിരികെ പോയി. നയോമി ആ ഫോട്ടോകളെല്ലാം കൃഷ്ണമ്മയുടെ മുന്നിൽ കൊണ്ടുചെന്ന് അവരെ കാണിച്ചു. ഇതിലുള്ളത് എൻ്റെ സഹോദരിയും എൻ്റെ അച്ഛനുമാണെന്ന് അഷ്ടമൂർത്തി പറയുന്നു. എൻ്റെ സഹോദരി 3-ാം വയസ്സിൽ മരിച്ചുപോയെന്നും എൻ്റെ അച്ഛൻ ശിവരാജനാണെന്ന് മുത്തശ്ശിയും അങ്കിളും പറയുന്നു. ഞാൻ ഇതിൽ ഏത് വിശ്വസിക്കണം? കൃഷ്ണമ്മയും ഉദയഭാനുവും കണ്ണിൽ കണ്ണിൽ നോക്കി. സത്യമേ പറയാവൂ, പറഞ്ഞു. ഇത് നിന്റെ അച്ഛനാണ്. ഇവൾ നിന്റെ കൂടപ്പിറപ്പുമാണ്. അവൾ മരിച്ചു പോയിട്ടില്ല. മരിച്ചെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. കൃഷ്ണമ്മ തെറ്റ് സമ്മതിക്കും പോലെ തുറന്നു പറഞ്ഞു. നയോമി കൃഷ്ണമ്മയെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി.
വാതിലടച്ച ശേഷം കിടക്കയിൽ വന്നിരുന്നു. മുത്തശ്ശി പറ, ഒന്നും മറച്ചു വെക്കരുത്. മറച്ചു വെക്കാൻ എന്തിരിക്കുന്നു? എല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ എന്തറിഞ്ഞു? മഹാദേവൻ നമ്പ്യാരാണ് നിന്റെ അച്ഛനെന്ന് അറിഞ്ഞില്ലേ? നിനക്കൊരു സഹോദരി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അത്രയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതിയോ? മഹാദേവൻ നമ്പ്യാർ എങ്ങനെ എൻ്റെ അച്ഛനായി? എൻ്റെ അച്ഛൻ ശിവരാജനാണെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് വെറുതെ പറഞ്ഞതാ. അങ്ങനെയൊരു ആൾ പോലും ഇല്ലായിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ ഇരട്ട സഹോദരിമാർ എങ്ങനെ മഹാദേവൻ നമ്പ്യാരുടെ മക്കളായി? ഞങ്ങൾ എങ്ങനെ വേർപിരിഞ്ഞു? എൻ്റെ അമ്മ പ്രസവിച്ചിട്ടായിരിക്കുമല്ലോ രണ്ടുപേരും ഉണ്ടായത്. അങ്ങനെ പ്രസവിക്കണമെങ്കിൽ മഹാദേവൻ നമ്പ്യാരും അമ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കണം. ഇതൊന്നും തെളിച്ചു പറയാതെ വെറുതെ കടങ്കഥ പോലെ പറഞ്ഞാൽ മതിയോ? മോളെ, അതെല്ലാം കഴിഞ്ഞു പോയ കഥകളല്ലേ. കഴിഞ്ഞു പോയിന്ന് ആര് പറഞ്ഞു? എൻ്റെ കഥയല്ലേ, ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ഞാനല്ലേ ഇപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. മുത്തശ്ശി ജീവിച്ചിരിക്കുന്നു, ഉദയൻ അങ്കിൾ ജീവിച്ചിരിക്കുന്നു. പഴയ ചരിത്രമൊക്കെ അറിയുന്നത് കൊണ്ട് നിനക്ക് എന്താ നേട്ടം? മഹാദേവൻ നമ്പ്യാരുടെ സ്വത്ത് വേണോ നിനക്ക്? കൃഷ്ണമ്മ ചോദിച്ചു. എനിക്കാരുടെയും സ്വത്തൊന്നും വേണ്ട. എൻ്റെ ജനനത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്നറിഞ്ഞാൽ മതി. പണ്ട്, അതായത് ഏതാണ്ട് 30-35 വർഷം മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത് മുണ്ടക്കയത്തിനടുത്ത് പെരുവന്താനം എന്ന സ്ഥലത്താണ്. എൻ്റെ ഭർത്താവിന്, അതായത് നിന്റെ മുത്തശ്ശന്, അന്ന് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ സൂപ്രണ്ട് ജോലിയാണ്. എസ്റ്റേറ്റ് വക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. വേറെ സ്ഥലവും വീടും ഒന്നുമില്ലായിരുന്നോ? നിന്റെ മുത്തശ്ശന് തറവാട്ടിൽ നിന്ന് ഓഹരിയൊന്നും കിട്ടിയിരുന്നില്ല. ഭാഗം വെപ്പ് നടന്നപ്പോൾ തറവാട് ജ്യേഷ്ഠനും അനുജനുമായിട്ട് എഴുതി വെച്ചു. തറവാടിൻ്റെ പകുതി നിന്റെ മുത്തശ്ശന് കിട്ടും, ബാക്കി പകുതി മുത്തശ്ശൻ്റെ അനുജന്. ചേട്ടനും അനിയനും തമ്മിൽ പിന്നീടൊരു കരാറുണ്ടാക്കി. തറവാടിൻ്റെ അവകാശം മുഴുവൻ അനുജന് എഴുതി കൊടുക്കണം. അതിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ കുറേശ്ശെ തന്നു തീർക്കും. കുറേ പൈസ തന്നു. തറവാട്ടിൽ നിന്റെ മുത്തശ്ശനുള്ള ഓഹരി അനുജന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനിടയ്ക്കാണ് നിന്റെ മുത്തശ്ശൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. ഓ, അങ്ങനെയായിരുന്നു മുത്തശ്ശിയുടെ ഹസ്ബൻഡിൻ്റെ മരണം. ഈ കഥ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. മഹാദേവൻ നമ്പ്യാരുടെ കാര്യം മാത്രമേ പറയാതെയുള്ളൂ. പക്ഷേ ഞാനതെല്ലാം മറന്നുപോയില്ലേ? സാരമില്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്കും എല്ലാവരെയും ഒന്നുകൂടി സ്മരിക്കാമല്ലോ. മുത്തശ്ശൻ്റെ മരണത്തോടെ തറവാട്ടിൽ നമുക്കുണ്ടായിരുന്ന സ്ഥാനവും വിലയും എല്ലാം പോയി. തറവാട് വിട്ടുകൊടുത്ത വകയിൽ ബാക്കി കിട്ടാനുണ്ടായിരുന്നത് തന്നില്ല എന്ന് മാത്രമല്ല, അതും ചോദിച്ചുകൊണ്ട് തറവാട്ടിൽ കയറിപ്പോകരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതോടെ ആ ബന്ധമറ്റു. മുത്തശ്ശിയുടെ വീട്ടുകാരില്ലായിരുന്നോ? എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നതെല്ലാം കുടിച്ചും ചൂതുകളിച്ചും നശിപ്പിച്ചിട്ട് അവസാന കാലത്ത് പെങ്ങടെ വീട്ടിൽ കിടന്നല്ലേ മരിച്ചത്. വീട് പോയിട്ട് ചിത കൂട്ടാനുള്ള 1/2 സെൻറ്റ് മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. വീടും പുരയിടവും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നതാ. അത് ജപ്തി ചെയ്തു പോയതിൻ്റെ പിറ്റേന്ന് എൻ്റെ ആങ്ങള ആത്മഹത്യ ചെയ്തു. ആങ്ങളയുടെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി. അച്ഛൻ പെങ്ങടെ വീട്ടിൽ കയറിക്കൂടി. അവരെയും കൂടി വെറുപ്പിച്ച ശേഷമായിരുന്നു മരണം. നല്ല കുടുംബ പശ്ചാത്തലം. കേൾക്കാൻ രസമുണ്ട്. ബാക്കി കൂടി പറ. നയോമി കൗതുകത്തോടെ പറഞ്ഞു. മുത്തച്ഛൻ്റെ മരണത്തോടെ ഞാനും വൈഷ്ണവിയും ഉദയനും എങ്ങനെ ജീവിക്കുമെന്നറിയാതെ വിഷമത്തിലായി. എസ്റ്റേറ്റിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിരുന്നത് 1 വർഷം കൊണ്ട് തന്നെ തീർന്നു. ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വന്നു. ആയിടയ്ക്കാണ് ഞാൻ മഹാദേവൻ നമ്പ്യാരെ പരിചയപ്പെട്ടത്. മഹാദേവൻ നമ്പ്യാർക്ക് അക്കാലത്ത് ഏന്തയാർ എന്ന സ്ഥലത്തും കാഞ്ഞിരപ്പള്ളിയിലും എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. എൻ്റെയും മക്കളുടെയും വിഷമസ്ഥിതി അറിഞ്ഞപ്പോൾ അദ്ദേഹം സഹായിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി. എങ്ങോട്ട് പോയി അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം മലേഷ്യയിലാണ് താമസിക്കുന്നതെന്നും വലിയ ബിസിനസ്സുകാരനാണെന്നുമൊക്കെ. 2 ആഴ്ചയ്ക്ക് ശേഷം മഹാദേവൻ നമ്പ്യാർ വീണ്ടും വന്നു. തമിഴ്നാട്ടിൽ ചെങ്കോട്ടയ്ക്കടുത്ത ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്നും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നും ചോദിച്ചു. ഉദയഭാനുവിന് അന്ന് 20 തികഞ്ഞിട്ടില്ല. വൈഷ്ണവിക്ക് 15. ജോലിയൊന്നും ചെയ്യണ്ട. ചെങ്കോട്ടയിലെ എസ്റ്റേറ്റിൽ വീടും താമസ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും തോട്ടത്തിൽ പണിക്കാരുണ്ടാകും. മേൽനോട്ടത്തിന് ആൾ വേണം. താമസ സൗകര്യവും ശമ്പളവും തരും. ആഹാരത്തിനുള്ള അരിയും ഗോതമ്പും ഫ്രീ ആയിട്ട് തരും. ഫ്രീ എന്ന് കേട്ടതോടെ മുത്തശ്ശി വീണു. വേറെ നിവർത്തിയില്ല. പീഡിക തിണ്ണയിൽ പോയി കിടക്കാൻ വയ്യ. നിന്റെ അമ്മയ്ക്ക് 15 വയസ്സ്. കാണാൻ ഇത്രയും ഭംഗിയുള്ള പെൺകുട്ടി ആ മുണ്ടക്കയത്ത് വേറെയില്ല. ജീവിച്ചു പോകണ്ടേ? ഉദയനാണെങ്കിൽ 10ാം ക്ലാസ് തോറ്റു നിൽക്കുന്നവനാണ്. അവൻ അന്നും ഇന്നും പ്രത്യേകിച്ചൊരു കഴിവുമില്ല. കല്യാണം കഴിക്കാൻ വേണ്ടി
സ്വന്തം നിലയിൽ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ അവനെ കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അസലായിട്ട് ഡ്രൈവ് ചെയ്യും. ഇത് മാത്രമാ അവന് നന്നായിട്ട് അറിയാവുന്ന ഒരു ജോലി. ആ ജോലിക്ക് പോയിക്കൂടായിരുന്നോ? നയോമി ചോദിച്ചു. പിന്നെ ഞങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ ബാക്കിയുള്ളൂ. നീ ഇന്ന് കാണുന്ന പോലെയല്ല അന്ന് ഞാൻ. വയസ്സ് 40 ആയെങ്കിലും 30ൻ്റെ ചെറുപ്പവും ആരും ഒന്നുകൂടി നോക്കിപ്പോകുന്ന സൗന്ദര്യം. മുത്തശ്ശി സുന്ദരിയായിരുന്നുവെന്ന് ഇപ്പോൾ കണ്ടാലും തിരിച്ചറിയാം. അത് പ്രത്യേകിച്ച് പറയണ്ട. വൈഷ്ണവിയാണെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാ. അത്ര പ്രസരിപ്പും തുടുതുടുപ്പും. ഈ 2 പെണ്ണുങ്ങളെ വല്ലയിടത്തും വിട്ടിട്ട് അവൻ എവിടെ ജോലിക്ക് പോകാനാ? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മഹാദേവൻ നമ്പ്യാരുടെ കൂടെ ചെങ്കോട്ടയ്ക്ക് പോയി. വേറെ നിവൃത്തിയില്ലായിരുന്നു. കൃഷ്ണമ്മ സമ്മതിച്ചു. അവിടെ സുഖമായിരുന്നു ജീവിതം? നയോമി ചോദിച്ചു. കാലാവസ്ഥ മോശം. കേരളത്തിൻ്റെ അതിരിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് മഴ കിട്ടുമായിരുന്നു. എങ്കിലും ആദ്യമൊന്നും ചൂട് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല. അച്ഛൻ കോവിൽ റോഡ്, മഹാദേവൻ പ്ലാന്റേഷൻസ്. ഡേവി നയനാർ ഡാമിന് സമീപത്തായിരുന്നു വീട്. വീടെന്ന് പറയാൻ വയ്യ, ഫാം ഹൗസ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊന്ന്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിനടുത്ത് തന്നെ കുളം. കരിമ്പാറ പൊട്ടിച്ചു കുഴിച്ചാണ് കുളം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ എസ്റ്റേറ്റിൽ കൂടി ഒരു തോടുണ്ടായിരുന്നു. മഴക്കാലത്ത് മാത്രമേ ആ തോട്ടിൽ വെള്ളം ഉണ്ടാകൂ. മഴയില്ലാത്തപ്പോൾ വരണ്ട് കിടക്കും. തോട്ടം നനയ്ക്കാനുള്ള വെള്ളം നൈനാർ ഡാമിൽ നിന്ന് കനാലിൽ കൂടി കിട്ടുമായിരുന്നു. എന്ത് പ്ലാന്റേഷനായിരുന്നു അത്! റബ്ബറോ തേയിലയോ എല്ലാം ഉണ്ടായിരുന്നു. കശുമാവ് 30 ഏക്കറോളം, 50 ഏക്കർ തെങ്ങ്, മാന്തോട്ടം 50 ഏക്കർ, പിന്നെ പലതരം ചെറു കൃഷികൾ. എല്ലാം കൂടി 150 ഏക്കർ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും തൊഴിലാളികൾ ഉണ്ടാകും. അവരുടെ എണ്ണം എടുക്കണം. ഓരോരുത്തർക്കും ജോലി നിർദ്ദേശിക്കണം, ശമ്പളം കൊടുക്കണം. അതിൻ്റെ രീതിയൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഉദയനങ്ങളുടെ മാത്രമേ ശമ്പളമുള്ളോ, അതോ മുത്തശ്ശിക്കും വൈഷ്ണവിക്കും കിട്ടുമായിരുന്നോ? ഒരാൾക്ക് മാത്രമായിട്ടല്ല, കുടുംബത്തിന് മൊത്തമായിട്ട് ഒറ്റ ശമ്പളമാണ്. വേറെയും ഫാം ഹൗസുകളും തോട്ടങ്ങളും ആ പ്രദേശത്തുണ്ട്. അവിടെയും ഏതെങ്കിലും ഒരു കുടുംബത്തെ താമസിപ്പിച്ചിട്ടുണ്ടാകും. അതെന്തിനാ? ഒരു കുടുംബം മുഴുവൻ? ഒരാൾക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. തമിഴ്നാട്ടിലെ മിക്ക ഫാം ഹൗസുകളിലും അങ്ങനെയാ. ഏതെങ്കിലും ഒരു തമിഴ് കുടുംബത്തെ താമസിപ്പിച്ചിരിക്കും. എന്താ അതിൻ്റെ ഉദ്ദേശം? നയോമി തിരക്കി. ഉദ്ദേശം എന്താ? വീടും പരിസരവും എപ്പോഴും വൃത്തിയായി കിടക്കും. പിന്നെ എല്ലാ ഫാം ഹൗസിലും 8ഉം 10ഉം കന്നുകാലികളെങ്കിലും ഉണ്ടാകും. ചാണകത്തിന് വേണ്ടിയാ. ചാണകം നല്ല വളമാണല്ലോ. ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കന്നാലികളെയും തൊഴുത്തു നോക്കാൻ വേറെ ആരെയും വെക്കണ്ട. ശരി ശരി, അത് മനസ്സിലായി. ബാക്കി പറ. മഹാദേവൻ നമ്പ്യാർക്ക് അന്നൊരു 40 വയസ്സ് പ്രായം ഉണ്ടാവും. പക്ഷേ കണ്ടാൽ 30 തോന്നൂ. ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. അവിടെയുള്ളവർക്ക് ഇത്ര മാത്രമേ അറിയൂ. ആ തോട്ടം ഏതോ ഒരു സേട്ടിൻ്റേതായിരുന്നു. 10 വർഷം മുമ്പ് 20 ലക്ഷം രൂപ കൊടുത്ത് മഹാദേവൻ നമ്പ്യാർ അത് വാങ്ങി. വീട് മോടി പിടിപ്പിച്ചു. കൃഷിസ്ഥലം പലതായി പകുത്തു. പലതരം കൃഷികൾ ചെയ്യാൻ ഏർപ്പാടാക്കി. വിദേശ കാറിൽ കയറി 2 or 3 മാസം കൂടുമ്പോൾ വരും. 4-5 ദിവസം താമസിച്ച് കൃഷിസ്ഥലം മുഴുവൻ നോക്കും. അന്ന് മേൽനോട്ടത്തിന് ഒരു കൺട്രാക്റ്റിനെ വെച്ചിരുന്നു. അയാൾ കുറേ പൈസ വെട്ടിച്ചു കൊണ്ട് മുങ്ങി. അതെല്ലാം നാട്ടു നടപ്പല്ലേ? നയോമി ചിരിച്ചു. നീ ഈ കഥയൊക്കെ വേറെ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ മുത്തശ്ശി? ഒന്നുമില്ല. നിന്റെ ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. ഒരു തവണ കേട്ട തമാശ പിന്നെയും കേൾക്കുന്ന പോലെ. ഞാൻ രസം പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുക. നയോമി ഒന്നിളകി മുന്നോട്ടാഞ്ഞിരുന്ന് തൻ്റെ താല്പര്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ എസ്റ്റേറ്റിൽ താമസത്തിന് ചെന്ന ശേഷം മഹാദേവൻ മുതലാളി മാസത്തിൽ 1-2 തവണ വെച്ച് ഫാം ഹൗസിൽ വരാൻ തുടങ്ങി. വരുമ്പോഴെല്ലാം ഉദയനും വൈഷ്ണവിക്കും എനിക്കുമൊക്കെ വിലപിടിച്ച സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും. മുന്തിയ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, കണ്ണഞ്ചുന്ന തരത്തിലുള്ള ഡ്രസ്സ്, TV, VCR, അങ്ങനെ പലതരത്തിലുള്ള മിഠായികളും പലഹാരങ്ങളും. ഇതൊക്കെ ആരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാ? അമ്മയെയോ മകളെയോ? അങ്ങനെയൊരു കൗശലം ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടെന്ന് എനിക്കറിയൂ. ഉദയനാണെങ്കിൽ ഒരു പൊട്ടൻ. അവന് കിട്ടുന്നതെല്ലാം വലിയ സന്തോഷമാണ്. വൈഷ്ണവിക്ക് കമ്മലും മോതിരവും വളയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുക്കും. അവളോട് ആർക്കും ഒരു വാത്സല്യം തോന്നും. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ. മുത്തശ്ശി ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായല്ലോ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന്. നയോമി പരിഹസിക്കുന്ന പോലെ പറഞ്ഞു. മുത്തശ്ശിക്കും ഉദയൻ അങ്കിളിനും മാത്രം ഒന്നും മനസ്സിലായില്ല പോലും. മനസ്സിലാകാത്തതോ അതോ ഇനിയും പോരട്ടെ പോരട്ടെ എന്ന് വിചാരിച്ച് മനസ്സിലായില്ലെന്ന് നടിച്ചതോ? സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല മോളെ. വല്ലപ്പോഴും വന്നു പോകുന്ന ആളല്ലേ.
എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കൃഷ്ണമ്മ മനസ്സ് തുറന്നു കാട്ടി. എന്നിട്ടൊരു ദിവസം രാത്രി മുത്തശ്ശി എന്തോ സ്വപ്നം കണ്ടു. ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ അടുത്ത ബെഡിൽ മോളില്ല അല്ലേ? എൻ്റെ ഈശ്വര, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? എൻ്റെ മുത്തശ്ശി, ഇതൊക്കെയല്ലേ നമ്മൾ മനുഷ്യര് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ചരിത്രം. ഫാം ഹൗസിൽ വെച്ച് ചരിത്രം ഒന്നുകൂടെ ആവർത്തിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോഴും എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ഉദയനെ വിളിച്ചുണർത്തി. വൈഷ്ണവിയെ കാണാനില്ലെന്ന് പറഞ്ഞു. മുതലാളിയോട് പറയാൻ വേണ്ടി ഞങ്ങൾ ആ വാതിലിൽ ചെന്ന് മുട്ടി. കൃഷ്ണമ്മ ഒരു നിമിഷം നിർത്തി. ഉടൻ നയൂമി കൂട്ടിച്ചേർത്തു. അപ്പോൾ മുതലാളി വാതിൽ തുറക്കുന്നു. മുറിയിൽ ചിതറിയ മുടി വാരിക്കെട്ടി ഉടുവസ്ത്രമൊക്കെ വലിച്ചു വാരിച്ചുറ്റി. മുതലാളിക്ക് പാതി മറിഞ്ഞ് വൈഷ്ണവി, ശരിയല്ലേ? ഇനി ഞാനൊന്നും പറയുന്നില്ല. നിന്നോട് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്? എന്നോട് ആര് പറയാൻ? പറയാതിരിക്കാനല്ലേ എല്ലാവരും ശ്രമിച്ചത്. അഷ്ടമൂർത്തി പറഞ്ഞില്ലേ? അഷ്ടമൂർത്തിക്ക് അറിയാമോ? മഹാദേവൻ മുതലാളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. മുത്തശ്ശി തെറ്റിദ്ധരിക്കണ്ട. മുത്തശ്ശി ഈ പറഞ്ഞ വൈഷ്ണവിയുടെ പുത്രിയാണ് ഞാനെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാമെന്ന് ഏത് ബുദ്ധിശൂന്യം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കൃഷ്ണമ്മ അല്പനേരം മൗനമായി നയോമിയെ തന്നെ നോക്കിയിരുന്നു. ബാക്കി കൂടി പറയും മുത്തശ്ശി, കേൾക്കട്ടെ. ഞാനിന്ന് മഹാദേവൻ മുതലാളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നെഞ്ച് തലച്ച് കരഞ്ഞു. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചല്ലോ മുതലാളി. അവളെ കൊന്നു കളയായിരുന്നില്ലേ? അതല്ലായിരുന്നോ ഇതിനേക്കാൾ ഭേദം? എന്നിട്ട് മുതലാളിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇവളുടെ കാര്യമോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. ഇവൾ ഇനി എൻ്റെയാ. ഞാൻ സംരക്ഷിച്ചോളാം. ഇവൾക്കൊരു കുറവും വരുത്താതെ നോക്കിക്കോളാം. മഹാദേവൻ മുതലാളി ആണയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു. കൃഷ്ണമ്മ ഒന്ന് നിർത്തി. നയോമിയുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി വിദൂര ഭൂതകാലത്തിലേക്ക് കണ്ണു നട്ടു. അടുത്ത ഭാഗം നാളെ.